ആണല്ലേ? 2 വർഷം പ്രേമിച്ചു നടന്നു, തമ്മിൽ അറിഞ്ഞു. എന്നാ പിന്നെ കല്യാണം കഴിച്ചാലോ എന്ന് വിചാരിച്ചപ്പോൾ അപ്പൊ വന്നു കൊറോണ. പക്ഷെ പണ്ടാരോ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ശരിയാ വിജയ. ഇനി നമുക്ക് മിന്നു കെട്ടിയ നവദമ്പതികളെ സ്വാഗതം ചെയ്യട്ടെ. പിന്നല്ലേ. A very good afternoon to all family and friends that have gathered here today. Yes, today is a very special day for our dearest couple, Samu and Silvi, as they embark on their blessed journey together. My name is Divya. And my name is Danya. And we are your MCs for this afternoon. Family, a circle of strength and love, founded on faith, joined by love, kept by God. Adimai, we welcome the parents of the groom, Mr. and Mrs. Thomas Matthew. Next up, we would like to invite the parents of the bride, Mr. and Mrs. Thomas Phillip. Just an intuition, a second. The cameraman will set up back. Back to our show, we would now like to call upon the eldest of the groom's 2 beautiful sisters. We would now like to call upon the eldest of the groom's 2 beautiful sisters, Jenny, along with her husband, the groom's brother-in-law, Steve, to the floor. Now, be ready for an abundance of cuteness as we welcome the Chota beams of the Thomas family, Gina and Nathan.
there is family. And then there are friends that become family. ചിലരിങ്ങനെയാണ്, നമ്മുടെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നും നോക്കാതെ നമ്മളെ ഒരുപാട് സ്നേഹിച്ച് കൂടെ നിൽക്കും. ഇതെല്ലാം മനസ്സിലാക്കി നമ്മളെ കൂടെ കൂട്ടുന്നതിൽ ഒരു സുഖമുണ്ട്. ഇനിയും നല്ലൊരു കയ്യടിയോട് കൂടെ നമുക്ക് ആദ്യം ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം our തകർപ്പൻ bridal party. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഷെബിൻ ആൻഡ് ജിയ. അടുത്തതായി we call upon Smith and Sandra. Next up, we invite Christy and Pauline. Hit the phone, don't stop, ayy. Don't stop, ayy. Don't stop, ayy. Run a man on that beat. Run a man on that beat. Run a man on that beat. Ayy. Run a man on that beat. Do your dance, do your dance, do your dance, ayy. You ugly. You your daddy's son, ayy. Ayy. Do your dance, ayy. Go crazy, ayy. Get free, ayy. അടുത്തതായി we call upon Nitin and Nancy.
Next up, നമുക്ക് invite ചെയ്യാം Sajan and Tanya. അടുത്തതായി, we call upon Stephen and Leo. Now for the moment we've all been waiting for. Without any further delay, നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിൽക്കാം. എല്ലാവരും ദയവായി എണീറ്റ് നിൽക്കൂ. എല്ലാവിധ മംഗള ആശംസകളും നേർന്നുകൊണ്ട് അവരെ ഈ വേദിയിലോട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. Today calls for a grand celebration, and it is my distinct pleasure to introduce to you, for the very first time, the newlyweds, Samu and Silvi. Now Silvi will be throwing the flowers to the next in line. Let's see who that is.
Marriage is the fusion of two hearts, a harmony of two souls, and the union of two families, united by the love of God. ഇനിയും അടുത്തതായിട്ട് we cordially invite Reverend Shibiachin to do the opening prayer. പ്രാർത്ഥിക്കാം. സർവബന്ധങ്ങളുടെയും അടിസ്ഥാനമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പിൻ്റെ ബന്ധങ്ങളിലേക്ക് കാലങ്ങളായി ഞങ്ങളെ കുടുംബങ്ങളായി പ്രവേശിക്കുന്ന ദൈവമേ, നിനക്ക് സ്തുതി. വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ ദൈവസന്നിധിയിൽ ഒന്നായി തീർന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സാമുവിന് വേണ്ടിയും സിൽവിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ഇന്നു മുതലുള്ള യാത്രകളിൽ ദൈവം മുൻപും പിൻപുമായിരുന്ന് നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകലിൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുകളുമായി നിന്റെ മക്കളെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ നിയോഗം അവിടുന്ന് ഭരമേൽപ്പിക്കുമ്പോൾ അത് വിനയത്തോടെ സ്വീകരിപ്പാനും ദൈവസന്നിധിയിലുള്ള കൃപകൾ പ്രാപിച്ച് പൂർത്തീകരിപ്പാനും നിന്റെ മക്കളെ അവിടുന്ന് ഇടയാക്കണമേ. ഹൃദയാൽ കർത്താവെ, പ്രിയപ്പെട്ട ജോസ്റ്റാന് വേണ്ടി, മേഴ്സിമാമയ്ക്ക് വേണ്ടി സ്തോത്രം, വിൽസച്ചാന് വേണ്ടി, സൂസമാമയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നു. ഈ ഇരു കുടുംബങ്ങളെയും നീ ക്രിസ്തുവിലൂടെ, കുഞ്ഞുങ്ങളിലൂടെ അവിടുന്ന് ഒന്നാക്കുന്നല്ലോ. അതിന് സാക്ഷ്യം വഹിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും ചേർന്ന് വരുവാൻ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇവിടെ ആരംഭിച്ച ഈ കുടുംബജീവിതം നിത്യതയോളം നിലനിൽക്കുവാനും തലമുറയായി ഇന്ന് ഞങ്ങൾ ശുശ്രൂഷയിൽ കേട്ടതുപോലെ അപ്രകാരമുള്ള അനുഗ്രഹങ്ങളുടെ നൈരന്തര്യം നിരന്തരം അനുഭവിപ്പാനും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും സകല കുടുംബങ്ങൾക്കും പേരെഴുതുവാൻ കാരണമായി തീർന്ന ദൈവമേ, ഈ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കൂടെ ചേരുന്ന പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ ഇവിടെ കൂടി വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ഫ്രണ്ട്സിനെയും പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായിട്ടും സ്തോത്രം. അതിനെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും നിർമ്മല മനസ്സോടുകൂടെ അന്ത്യം വരെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു മിശിഹാ മൂലം യാചിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. താങ്ക് യു. Thank you, Shibiachin. Now moving on to the lighting of the lamp ceremony. We first off invite the parents of Samu and Silvi to join the couple on the stage. Lighting a candle on your wedding day is a special way to symbolize your two lives and two families joining together as one. From this day onward, may you bask in the beauty of the light of your love. May its light shine bright and steady upon your path together. May its heat keep you warm through all the days of your lives and beyond. Now, let's make our way into the next ceremony
of the couples sharing a drink as a symbol of prosperity that the bride carries into the groom's life. Next up, Samu and Silvi will be sharing their karike together. Next up, Samu and Silvi will be sharing their juice together. Samu and Silvi, they invite. Samu and Silvi, we now invite you to the floor for the cake cutting session. ഈ മധുര നിമിഷം കുറച്ച് മധുരം പങ്കിട്ട് തുടങ്ങാം. Cake is a symbol of a happy married life that the couple would enjoy from this day forward. Let's wish them a full life of love and joy. Now we invite upon our Sundaran and Sundari to the stage for their first dance. Let's bring some energy to this floor with Samu and Silvi's first dance.
so sweet. That you are the reason. It is now time to do the toast for the couple. These two souls have committed themselves to one another today, and we celebrate the union of our two wonderful friends, Samu and Silvi. So without any further ado, we would like for everyone in the audience to please take your glasses located on your tables. Raising a glass together is a way to wish good health and happiness. So please, everyone raise your glasses as a toast to love and laughter and happily ever after to our splendid couple. A dad. In their eyes, we see God's love. In their words, we hear our Heavenly Father's wisdom. Through a dad's life, we find God's grace. We will now invite the fathers of the bride and groom to do the welcoming speech, starting with the father of the bride, Mr. Thomas Phillip. ഈ സ്വീകരണത്തിൽ സന്നിഹിതരായ എല്ലാവർക്കും ക്രിസ്തുവിന്റെ പേരിൽ സ്നേഹമുണ്ട്. ഈ ധന്യനിമിത്തമായി സർവശക്തനായ ദൈവത്തിന് സ്തുതി പറയട്ടെ. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരം. ഇന്ന് വിവാഹാഘോഷം നടക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു. വളരെ മംഗളകരമായി അത് നടന്നു. വിവാഹ ഉദാശയ്ക്ക് കാർമ്മികത്വം നിർവഹിച്ച ആദരണീയ സുനീത് മാത്യു അച്ഛനും സഹകാർമ്മിത്യം വഹിച്ച ഷിജി വർഗീസ് അച്ഛനും ജോർജ് വർഗീസ് അച്ഛനും നമ്മുടെ വിശിഷ്ട അതിഥികളായ വരൻ ശ്രീ സാമു തോമസ്, വധു ശ്രീമതി സിൽവി സാമു തോമസ്, സാമുവിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, എൻ്റെ സഹോദര കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ക്ഷണം സ്വീകരിച്ചെത്തിയ അഭ്യുദയവംശകൾ, മറ്റ് വിശിഷ്ട അതിഥികൾ എല്ലാവർക്കും സസന്തോഷം സ്നേഹാഷ്മത്തോടെ ഈ ശുഭചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
Next up, we call upon the father of the groom, Mr. Thomas Matthew, to give his speech. കർത്താവിൽ പ്രിയ സുനീത് അച്ഛൻ, ഷിബി അച്ഛൻ, ജോർജ് വർഗീസ് അച്ഛൻ, നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഗ്രീറ്റിംഗ്സ് ടു യു ഓൾ ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. അനുഗ്രഹിക്കപ്പെട്ട ഈ വിവാഹ കുദാശയിൽ പങ്കെടുക്കുകയും ഇപ്പോൾ ഈ സ്വീകരണ പരിപാടിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നെത്തിയ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. മനുഷ്യരാശിയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന COVID-19 എന്ന ഈ മാരക വ്യാധിയുടെ മധ്യത്തിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായ സാമുവിൻ്റെയും സിൽവിയുടെയും ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ മുഹൂർത്തത്തിൽ പങ്കെടുക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് എനിക്കതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ അല്പം ഞങ്ങളുടെ സ്വകാര്യം കൂടെ പറഞ്ഞില്ല എങ്കിൽ ഈ ചടങ്ങ് പൂർത്തിയാകുകയില്ല. കഴിഞ്ഞ 7 വർഷക്കാലമായി അമേരിക്കയിലെ ഇലിനോയിൽ എന്ന സംസ്ഥാനത്ത് നൈൽസ് എന്ന ഗ്രാമത്തിൽ ഞങ്ങൾ കുടുംബമായി താമസിക്കുന്നു. മധ്യപൂർവ്വദേശമായ കുവൈറ്റിൽ നിന്നുമാണ് ഞങ്ങൾ ഇവിടെ കുടിയേറിയത്. അതിന് കാരണമായതോ 1990 മുതൽ ഈ പ്രദേശത്ത് കുടിയേറിയ എൻ്റെ മൂത്ത സഹോദരൻ ശ്രീ യോഹന്നാൻ മാത്യുവിൻ്റെ ശ്രീ ബാബു ആത്മാർത്ഥമായ ശ്രമഫലവും. നിരണത്തു നിന്നും വർഷങ്ങൾക്ക് മുൻപ് പള്ളിക്കലിൽ താമസമാക്കിയ പിതൃ പാരമ്പര്യത്തിൽപ്പെട്ട PM കുഞ്ഞുകുട്ടിയുടെയും കുഞ്ഞമ്മയുടെയും മക്കളായ 8 സഹോദരങ്ങളും 4 സഹോദരികളുമായി 12 മക്കളുള്ള ഒരു വലിയ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് ഞങ്ങൾ. 3 പേർ ഈ സ്ഥലത്തും മറ്റ് 5 സഹോദരങ്ങൾ ഡാളസിലും, 3 സഹോദരങ്ങൾ കേരളത്തിലും, 1 സഹോദരൻ ദുബായിലും കുടുംബമായി താമസിക്കുന്നു. ഇവിടെയുള്ളത് ഞങ്ങളെ കൂടാതെ ശ്രീ ബാബു ആൻഡ് ഫാമിലി, ശ്രീമതി ലിസി ആൻഡ് ഫാമിലി, ശ്രീ ജോർജ് ജോൺ ആൻഡ് ലിസി ജോർജ് ജോൺ ആൻഡ് കുഞ്ഞുങ്ങൾ, ശ്രീ യോഹന്നാൻ മാത്യു ആൻഡ് റോസമ്മ മാത്യു ആൻഡ് മക്കൾ. ഡാളസിലുള്ള ഞങ്ങളുടെ 5 സഹോദരങ്ങളും ശ്രീ കുഞ്ഞുമോൻ ആൻഡ് ഫാമിലി, ശ്രീ സജി ആൻഡ് ഫാമിലി, ശ്രീ റെജി ആൻഡ് ഫാമിലി, ശ്രീ ഷാജി ആൻഡ് ഫാമിലി, ശ്രീമതി വത്സമ്മ ആൻഡ് ഫാമിലി എന്നിവർ ഇപ്പോൾ നമ്മോടൊപ്പം പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ COVID-19 മാനദണ്ഡം പാലിക്കേണ്ടതിനാൽ അവർക്ക് പങ്കെടുക്കുവാൻ സാധിക്കാതെ പോയി. അവർ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പദമൂന്നിയ ഞങ്ങളുടെ മക്കളായ സാമുവിൻ്റെയും സിൽവിയുടെയും കുടുംബജീവിതത്തിന് അവർക്ക് വേണ്ടി ഞാൻ നേർന്നുകൊള്ളും. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ 3 സഹോദരങ്ങൾ, ശ്രീ പൊന്നമ്മ ഞങ്ങളുടെ മൂത്ത സഹോദരി ആൻഡ് ഫാമിലി, ശ്രീ സോമൻ ഭീമത്തായി ആൻഡ് ഫാമിലി ഞങ്ങളുടെ മൂത്ത സഹോദരൻ, ഞങ്ങളുടെ കൊച്ചു പെങ്ങളായ ശ്രീമതി ജസിമോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും ആശംസകളും തക്ക സമയത്ത് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അവർക്കുള്ള നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളുടെ മൂത്ത സഹോദരൻ ശ്രീ സോമൻ ഭീമത്തായി ഈ സമയം പ്രത്യേകമായി പരാമർശിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാകും. ജനനം മുതൽ ഇന്നുവരെ പിതൃതുല്യമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടതായ ഉപദേശങ്ങളും ശാസനകളും അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രത്യേകമായ ആശംസകൾ ഈ സമയത്ത് പ്രിയ സാമുവിനും സിൽവിക്കും അറിയിച്ചുകൊള്ളും.
വിദ്യാഭ്യാസവും ജോലി അന്വേഷണവും കഴിഞ്ഞ് 1985 ഞാൻ കുവൈറ്റിൽ എത്തിച്ച അതിനും കാരണം എനിക്ക് മുൻപേ അവിടെ ജോലിയിലെത്തിയ ഇവിടെയുള്ള എൻ്റെ സഹോദരൻ ശ്രീ യോഹന്നാൻ മാത്യു. 1989 ജനുവരി 5 എൻ്റെ ജീവിതത്തിലേക്ക് വിശുദ്ധ വിവാഹ കൂദാശയിൽ കടന്നു വന്നതാണ് റാന്നി വരവൂർ ഇടത്തിനേത്ത കുടുംബാംഗമായ പരേതനായ MC ജോണിൻ്റെയും ശ്രീ ശ്വശാമ ജോണിൻ്റെയും മകൾ ശ്രീമതി മേഴ്സി. കുവൈറ്റിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് ദൈവം 3 മക്കളെ ദാനമായി തന്നു. മൂത്ത മകൾ ശ്രീമതി ജെനി ഇപ്പോൾ കുടുംബമായി സ്റ്റീവും മകൻ നഥാനിയേലുമൊത്ത് നമ്മോട് കൂടെയുണ്ട്. ഇളയ മകൾ PA കോഴ്സിനായി PAയിലെ വിൽക്സ്ബേറിയിലെ ദ കിങ്സ് കോളേജിൽ പഠിക്കുന്നു. ഇപ്പോൾ ഈ വിലയേറിയ മുഹൂർത്തത്തിൽ നമ്മോടൊപ്പം ജീനയും പങ്കെടുക്കുന്നു. ഇന്നത്തെ ഈ ശ്രേഷ്ഠ സ്വീകരണ പരിപാടിയിൽ മുഖ്യ ആകർഷണമായിരിക്കുന്നത് സാമുവും സിൽവിയും ആകുന്നുവല്ലോ. സാമു ഞങ്ങൾക്ക് കുവൈറ്റിൽ വെച്ച് ദൈവം തന്ന ഞങ്ങളുടെ 2ാമത്തെ മകനാണ്. പ്രാഥമിക വിദ്യാഭ്യാസം കുവൈറ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ ആരംഭിക്കുകയും ഉപരി പഠനത്തിനായി കർണാടകയിലെ മണിപ്പാലിൽ പോവുകയും ചെയ്തു. എന്നാൽ ദൈവഹിതം മറിച്ചായിരുന്നു. 2013 ഞങ്ങൾ കുടുംബമായി അമേരിക്കൻ ഐക്യനാടുകളിൽ കുടിയേറുകയും തുടർ വിദ്യാഭ്യാസം US നിർവഹിക്കുകയും ഇപ്പോൾ മാവൻ വേവ് എന്ന IT ഫേമിൽ IT കൺസൾട്ടൻ്റായി ജോലി ചെയ്യും. ഞങ്ങളുടെ മകനെക്കുറിച്ച് പറയുമ്പോൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോട്ടെ. അവൻ്റെ ജനന സമയത്ത് പീഡിയാട്രീഷ്യൻ അവൻ നടക്കുവാൻ പ്രയാസമുണ്ടാകും എന്ന് തന്നതാണ്. 6 മാസക്കാലം ഞങ്ങൾ അവനെ അതിനു വേണ്ടതായ ട്രീറ്റ്മെൻറ്റുകളും ഒക്കെയും നടത്തി. ഒരു രാത്രിയിൽ ഇവൻ്റെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് ഇനി ഒരു മുടന്തനെയാണ് തന്നതെങ്കിലും ഇനി ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ഏപ്പിനെ കെട്ടുന്നതായ ഉപകരണങ്ങളൊക്കെയും ഞങ്ങൾ ആ വീടിൻ്റെ മുകളിലെ ടെറസിലെടുത്ത് എറിഞ്ഞു കളഞ്ഞു. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സാക്ഷ്യത്തിന് വേണ്ടി പറയട്ടെ, 11ാം മാസം സാമു എഴുന്നേറ്റ് നടന്നു. ഇന്ന് ഇവിടെ അവൻ ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയൊക്കെയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം അത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഈ സംസാരം പൂർണ്ണമാകുകയില്ല. ഈ സ്വീകരണ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഈ വിവാഹ കുദാശ മംഗളകരമായി നടത്തിയ മുഖ്യ കാർമ്മികത്വം വഹിച്ചതായ റവറൻ സുനീത് മാത്യു അച്ഛൻ ഞങ്ങളുടെ എല്ലാ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നതോടൊപ്പം ഈ സ്വീകരണ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഷിബി വർഗീസ് അച്ഛൻ ഷിക്കാഗോ മാർത്തോമ ഇടവക ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ദേവാലയത്തിലെ വികാരിയാണ്. അദ്ദേഹത്തെയും സന്തോഷപൂർവ്വം ഇരു കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. റവൻ ജോർജ് വർഗീസ് അച്ഛൻ ഷിക്കാഗോ മാർത്തോമ ഇടവക സഹവികാരിയാണല്ലോ. ഈ വിവാഹ കൂദാശയ്ക്ക് സഹകാർമ്മികത്വം വഹിച്ച ശ്രീ ജോർജ് വർഗീസ് അച്ഛനെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇതിൻ്റെ ഡീക്കനായിട്ട് പ്രവർത്തിച്ചത് എൻ്റെ സഹോദരൻ തന്നെ, സാമുവിൻ്റെ അങ്കിൾ തന്നെയാണ്, ശ്രീ യോഹന്നാൻ മാത്യു. അദ്ദേഹത്തെയും കുടുംബമായി ഈ സ്വീകരണ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. അതുപോലെ തന്നെ സിൽവിയുടെ ഫാദർ ശ്രീ തോമസ് ഫിലിപ്പ്, മദർ ശ്രീമതി സൂസൻ ഫിലിപ്പ്, ബ്രദർ ശ്രീ സാജൻ ഫിലിപ്പ് എന്നിവരെയും മറ്റെല്ലാ കുടുംബാംഗങ്ങളെയും ഈ സ്വീകരണ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ മേട്രൺ ഓഫ് ഹോണറായി പ്രവർത്തിച്ച മിസസ് ജിയ ജോർജ്, ബ്രൈഡ്സ് മെയ്ഡായി പ്രവർത്തിച്ച ടാനിയ വർക്കി, റോഷ്മി ജെയിംസ്, ക്രിസ്റ്റിൻ മാത്യു, നാൻസി ജോർജ്, കൊളീൻ മാത്യു, സാൻഡ്ര തടത്തിൽ, ലിയ ജോർജി, സ്നേഹ തടത്തിൽ. അതുപോലെ ഗ്രൂസ്മാനായിട്ട് സേവനം ചെയ്തതായ സാജൻ ഫിലിപ്പ്, കെവിൻ ജോർജ്, ജോബിൻ ജോസഫ്, നിതിൻ തോമസ്, ക്രിസ്റ്റി തടത്തിൽ,
സ്മിത്ത് മാത്യു, ഷെബിൻ മാത്യു, ആൻസ് തോമസ്, ഇവരെ എല്ലാവരെയും ഈ സ്വീകരണ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം ഇരു കുടുംബങ്ങളുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഞങ്ങളെ ഒത്തിരി സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. പ്രിയപ്പെട്ട നിർമ്മൽ മുണ്ടയ്ക്കൽ, മാർട്ടിൻ ബെന്നി, എബിൻ ജോസ്മോൻ, തോമസ് ജോർജ്, ഞങ്ങളുടെ അനന്തരവൻ തന്നെയായിരിക്കുന്ന ആൽബിൻ ജോർജ്, ജോസഫ് സ്റ്റീഫൻ, സാമുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റീബ മാത്യു, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളാണല്ലോ. ഇവരെ എല്ലാവരെയും നിങ്ങളെല്ലാവരുടെയും പേരിലും പ്രത്യേകിച്ച് ഇരു കുടുംബങ്ങളുടെ പേരിലും പ്രിയപ്പെട്ട സാമുവിൻ്റെയും സിൽവിയുടെയും പേരിലും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ദശപ്പൊക്കെ തുടങ്ങി കാണുമായിരിക്കും അല്ലേ? At this time, everyone please make your way to the back as there is a lunch buffet set up. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പരിപാടികൾ വീണ്ടും തുടങ്ങുന്നവരെ do enjoy the delicious lunch.
Welcome back all. Next up, we have the photo session for families. When I call on names, please come up in front, line up, and go take photo with the blessed couple. So the first up, it's Christine, Roshan, Colleen, Nancy, and Niben. Next up is Christine's family. After that is Nancy's family. Christine's family next. Next up, you have Tanya, Danya, and Divya. Next is Christy, Sandra, and Sneha.
Samu's family come backstage. Samu's family. Next up is Samu's family. I call upon Samu. I call upon Gina, Jenny, Steve, and Sam. Next up is Samu's cousins. That's Reba, Ethan, Samu's cousins, that's Papa, Josh Chan, my father, Mom and Andy.
എല്ലാവരും ഒരു സെക്കൻഡ് ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഹായ് പറഞ്ഞു നാട്ടിലെല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അവർ നിങ്ങൾ രണ്ടുപേരല്ലേ One, two, three. Can next Libina and the husband please come forward? Big smiles, guys. Look at each other. Go and touch your noses. Ready, guys? 1, 2, 3. There we go. 1, 2, 3. Hold that. 1, 2, 3. Next up is Jobin, Nitin, Hans, Martin, Evan, Stephen, Neville, and Kuchin.
വളരെ ചിരിച്ചത്. Ready? All right. 1, 2, 3. Big smiles, everyone. Excellent. All right. Ready, guys? 1, 2, 3. Well, that. Serious face. The one you were before, when you were the first encounter. Serious face. All right, ready, guys? Hold that. Smiling or serious? Yeah, you were smiling, right? All right, let's do one serious. 1, 2. Look at each other. Silvi, bring your arms out more towards your knees. And perfect. And go and smile. Big smile. Excellent. All right, Samu. Yeah, Samu.
Samu, with your left hand, hold Silvi's one hand. Lower hand. ആദ്യം പറയാനുള്ള പേരുണ്ടല്ലോ Samu dancing. Right there, yeah. So we'll move the.
I gave her the. ഞാൻ എൻ്റെ ഒക്കത്തിനാണ് ഇപ്പം. I will just follow one guy and just Thank you so much. Champion's good. Hi. Do you guys need any sodas or Coke? Champagne is good for that. Thank you. കഴിച്ചായിരുന്നു ഇവിടുത്തെ കഴിച്ചായിരുന്നു ഞാൻ കണ്ടിട്ട് അവിടെ ഇല്ലായിരുന്നു.
ഇങ്ങനെ വെക്കല നല്ലോ. Hello everyone, welcome back. We hope everyone is having a wonderful time. We will now proceed with the remainder of the events for this afternoon. Siblings, a lens through which you can see your childhood. When we need someone to simply be there, not to fix anything or to do anything in particular, but just to let us feel that we are cared and supported for. Our siblings are our go-tos and even our first friends. We kindly request upon Samu and Silvi's siblings, Jenny, Gina, Steve, and Sajin, to deliver the sibling speeches at this time. It's normal. Come in front, that's why it's howling. Hello. Come in front, that's why it's howling. Hey, Okay, good evening everyone. First of all, I thank God Almighty for giving us this opportunity to celebrate Silvi and Samu today. And we also thank God for all this matrimony to go well. The ceremony went well, praise God to that. So welcome everybody. I will start off and then I will take over. He has a speech prepared. I wrote one then, yeah. Silvi, I can't believe the day has come for you. And I'm so happy for you to be here, to be part of it. And we're just going to have this special joy that it brings for me to see you and Samu together. God has brought this day, and I know with Him, you guys can do anything. It has been a very, very long road for both of us. When we came from India, going through everything, but through it all, It's a long speech, But through it all, we're able to be here again, And a brother and sister relationship is like the collective commentary. We fight, we tease each other, we irritate each other, and we knock each other down. But at the end, we're there for each other. And without you, nothing would have been possible for our family. Okay, part 2 will be coming back. Okay, when Samu told me we have to do a sibling speech, I told him I'll prepare, but I never got the time. And I told Samu I'm just going to speak what comes to my heart. So Samu was born February 1990. I was 3 years old when he came into my Papa and Mummy's life. I wasn't happy. Mummy tells the story even now when he came home from the hospital with Mummy, I wanted him to go out. I wanted Mummy to throw him in the trash can. I didn't want him in the house. I was very adamant. I started crying. Papa had to take me to the bicycle store and get me a bike. And that's when I calmed down and I got him a pink teddy bear. Because I wanted him to be my sister. And throughout, I thank God for giving me a wonderful brother. Like Papa shared earlier, he was a miracle. He was born with difficulties, like how Papa was sharing. But through it all, God healed him completely. And we, as a brother, as a sister, like he said, it's like Tom and Jerry. We fight. We have arguments. We tease each other. When we were kids, we used to wrestle with each other. But through it all, after all, we all have our backs for each other. There's nothing I could imagine, even our whole transition from Kuwait to US or whatever we've been through. I cannot imagine to do something without a brother like Samu. So I thank God for blessing me with such a wonderful brother. And all three of us, we've been
I know he's always been there as a brother for both me and Sheila. In every circumstance, whether it was our schools or any problems, he was always there to back us up, to talk for us, be a mediator to Papa, Mummy for us. He's always been there. Even financial instances, we would go to him. She would go to Samu Chacha, I need pocket money. Yeah. He buys her her phone, her laptop. So he was always there for us for everything. Even during our marriage, Samu was with us. Me and Steve met in Manipal, and he was also there with us throughout. So it's always a blessing to have you, Samu, and see this day come to you. I know we went through a lot. We planned this wedding months ago. We postponed it twice, but this was God's time, and in His time, He makes everything beautiful. So this day is finally come, and we celebrate both of you. Silvi, I'm thanking God for such a wonderful sister. I got one more sister to share with. And we keep telling Nathan, Silvi Mommy is coming, so tomorrow Silvi Mommy will be home. So I have got one more person to babysit and change his diapers. So I want to welcome both of you, Silvi, especially to our family. We praise God and thank you for both of you. Arjun? Maybe we should stand around him. Even though there are many circumstances that are going on in the world today, like the COVID, I know this might not be the wedding that you wanted, but at the end of the day, knowing that you have someone who supports you and will take care of you means a lot to me and my parents. And can I pray peace through these times, and will continually uphold you in the same way, every day in prayer, as you both start the journey of life together. Samu, I've never had a brother before, and I'm so happy you're part of my family now. Please take care of my sister, or else. You've shown to me that you really do care about my sister, and I'm so happy for you as well. You both have a special bond, and use it to change lives and for the kingdom of God. This world is not to be meant to be walked alone. So equal is created for Adam, the garden. Just like that, walk together in this world, not as partners, but as two individuals who cannot live without each other. Love you guys both. God bless. Kurchu dance okay, let's call upon some of the beautiful ladies from the bride side of the family onto the stage for a graceful dance performance. Let's give it up for the Kandakara crew.
What a beautiful performance. Now, we would like to proceed with some speeches from the best man and the maid of honor, Stephen and Gia, to share some of their memorable, precious moments with Samu and Silvi. Stephen and Gia, please make your way to the stage. Hello everyone, a very fine good evening to you all. Alright, for those of you who don't know me, I'm Gia George and I am Silvi's maid of honor. And yes, it is indeed a matter of honor and pleasure for me to be part of this auspicious occasion with you all. And I feel really blessed to stand right next to Samu and Silvi as they take their love to the next step. So Silvi and I have known each other for almost about 5 years now. And throughout these years, we have shared so many laughters and so many, fond memories that we still cherish. And I'm glad that we had so many conversations, endless phone conversations, video calls during your lunchtime. And we gossiped about so many things, and I'm glad that we had that conversation because I cannot even imagine your future conversations with Samu regarding soccer, Chelsea, by the way, Chelsea lost today, and metal songs. That's going to be so boring, Samu. So you better catch up with some, latest fashion trends so that
you can have a good conversation starter. So, I met Silvi during our church choir audition, and there were about 10 to 15 people roaming around the foyer casually, and I could notice only 2 people among those literally holding the book and learning the song. You guessed it right, one was me, and I saw Silvi sitting in a corner and learning the song. So I very hesitantly walked up to her, and without even asking her name, I asked, "Ee paattu muzhun nammal padichu kelpikkanamennunno?" And she was like, "Muzhun padikkanamennokke undayirikkum, njan edale oru stanza paadan udeshikkunnathu." The way which she answered, her openness, her frankness, was a clear indication to me that we are going to be friends for a very, very long time. And that's one thing I really like about her. She's very straightforward, very clear about what she wants to say, no matter who the person is, what the situation is. She's not like the kind of person who will butter up things or, please someone unnecessarily or beat around the bush. Samu, be cautious, okay? Alright. So as far as I know, Silvi, she's very determined and very career-oriented, be it her job or be it her personal life. She's a go-getter. Especially last year, I've noticed that although she was busy with so many things, she made sure that she participated in all church activities. She managed the accounts for Yuvajana Sakyam. They both were busy planning their grand 2020 wedding. She was also working overtime till midnight. Most importantly, she was managing Samu. And for those of you who know him, the amount of messages that he sends, the length of his voice messages, now that requires a real good amount of patience and time. So I'm glad that Silvi has that patience. She goes through all your messages and manages to at least reply in a word or 2. I'm proud of you, Silvi. Alright, so many of you don't know the story how the hero met the heroine. I'm glad that I was part of that story. So I'll just tell all of you how they met. It was one fine Sunday service morning. Me and Silvi, we were in the choir. And I could feel that Silvi was very restless. She was frequently turning back and looking somewhere. But I was and I was wondering why she was appreciating that person. She's not the kind of person who will appreciate the person playing piano or guitar. After the church service, I peeped behind the piano and I saw a very handsome young man smiling and playing the piano. So now I got the reason. And she was very desperate to meet the guy, ask his name and whereabouts. So we were discussing how to introduce to him, how to talk and all. And this guy was already standing behind us smiling very desperately to talk to her. So we went to him and we just asked, what's your name? And this person started answering everything under the sky. Soccer, Kuwait life, soccer, Chelsea, and Buffalo Wild Wings, his travel plans and everything. For straight 10 minutes, me and Silvi were looking at each other and, okay. That was a humongous conversation starter that these two had. And after the tiring conversation, me and her, we had to go to a restaurant for lunch to, relax a bit. And I could see Silvi, she was blushing and checking her phone. I asked Enaviti, oh Gigi, Samu, Facebook friends request I did. So this guy meets 2 beautiful girls, but sends request to only 1 girl, so you can understand. That's how the story began, and the rest is history. Alright. I'm so happy that Samu, everything happened and you're now part of
our very awesome team. Krishna Vilasam, can I hear some noise from the team? Yeah. So normally we don't accept anybody just randomly to the group. We expect people to have that kind of madness and that kind of energy level. And Samu, you did exceptionally well. You were that missing puzzle piece that we needed. Jokes apart, you are a very wonderful human being. The innocent smile on your face. The innocent smile on your face, your energy level, the way in which you care about Silvi, put her, happiness as most important thing is really God gifted. Please don't ever change even if you go bald completely. So honestly, I don't have any advice for your future life or something like that, because I want you guys to explore your life, take life as it comes, and make your own #couple goals. And I wish that God will preside in all your future activities. Thank you. Hello everybody, my name is Steven, and as most of my buddies call me Parley. As you know, Samu and I are very passionate about soccer, and that's where exactly we met first. So let me take you guys back where we first met. So usually during winter season, we play indoor soccer, and there was one time we were playing indoor and we were getting ready, and one of my teammates comes up to me and is like, "Hey dude, this is a new guy, he wants to play soccer." And I look at him, he's obviously wearing a Chelsea jersey, and he's ready to play with us. So I'm like, "Oh, okay, cool, hey, nice to meet you," and all. And then that's where it all began. From there on, our friendship kept getting better, our chemistry, and we just got gelled up real good. And we consistently started playing soccer, planning out our trips, and our usual hangouts. In 2015, some of us, along with Samu, planned to represent Chicago as a Chicago in Malayali tournament that was taking place in New York. He was a core part of the team, and to plan out building up the team and getting the things ready for the tournament, the usual summer stuff. Let me take you to a glimpse of the tournament that we played on that day. So we were playing a semifinals against a Philadelphia team, and we were getting trashed because most of my teammates were injured or walking away over there. But yeah, they all got injured, and then we barely had no subs, and we were exhausted, and we were losing around 3-0. I think it was more than that, but I don't want to reveal the numbers here. But anyway, we were losing pretty bad. And the previous games, all the time, me and Samu, we were having a constant communication in there. We were like, I was talking to Samu, and Samu was talking to me. And during this time, I was really quiet. And Samu, like towards the 75% of the game, Samu comes talks to me. He's like, and then that's where I got all my full energy back. And we were, even though we lost the game, but we gave them a good tackle. As I mentioned, we also planned trips together, and both local and interstates. And I'm sure, knowing Samu will agree, this man is the best planner. He gets all the to-do lists done, and all the checklists, everything ready to be you just have to refer to his checklist, pack your bags and go. That's how precise his plannings were. From our late nights ride to Cuba, where we hunt the ghost, to our 2 a.m. chai at the Hyderabadi house, and to the late night FIFA nights. It's truly been a blessing with you on the side, man. And definitely looking forward for more, of course, with Silvi now. Talking about Silvi, Samu used to go to Martomachar that was 5 minutes away from his house in Just Plains. And all of a sudden, he started going to Lombard, which is 45 plus minutes, I guess.
one way that is. And I was like, I'm not a genius or anything like that, but I think I knew something was going on. And when Samu told me about Silvi, that he wants to make her a life partner, I was very happy for him. And from there we started doing the proposal plans, our double date with Minna, and now we are here. Silvi, I'm sure you know this, but I'm just letting you give you a heads up. If you tell Samu to do one thing, he's gonna think about it 50 times. He's gonna make a document about it, and he's gonna have 1,000 word of essay for you. And then he's also sent you a 5-minute audio clip on WhatsApp. I think majority of us know about that. Now, Samu, Samu, I know you were supposed to get married before me, but things have changed. Tables have turned. I was supposed to get some advices from you after your marriage, just to see how things are. But the tables have changed. Now, with 1 month of experience under my belt, I got one advice for you. Samu, no matter what, Silvi's always right. Just say yes. Even if she says that the earth revolves, the earth revolves around the sun, she's right. Happy wife means happy life. Samu, you have been my guide, my mentor, and for many occasions, you've been always the guy to refer to, or to look, to ask some questions or any doubts in my life, in personal life or anything, and vice versa. Either way, you were shoulder to shoulder, the best friend that God has gave me, and even a good brother. Lost a love, man. Have a happy married life. Once again, let's give it out to Samu and Silvi. Congratulations. Our relationship is to reflect the image of God. It is also to be fruitful. God's purpose of marriage is to reflect the relationship of the Godhead and to serve Him. Let there be spaces in your togetherness. Let the winds of the heaven dance between you. Love one another, but make not a bond of love. Let it be rather the moving sea between the shores of your souls. ഒരു ഇടിവെട്ട് പെർഫോമൻസ് ശരിക്കും പെൻഡിങ് ആണല്ലേ? നമുക്ക് ഒരു ഡാൻസ് കൂടി കണ്ടാലോ? ഒരു ചാമ്പല സെറ്റ് ഒരു അടിപൊളി ഡാൻസുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. So without any further delay, let's call upon the Des Plains Dance Party! Make some noise for the Desi Boys! D-Boys! D-Boys! Come on!
ഈ സ്പീച്ച് പറയാനുള്ള ശക്തിയില്ല. What a spectacular performance. Let's give them another round of applause. ഉപ്പില്ലാതെ ഊണിനൊരു രസമില്ല. സാമു ചാച്ചന്റെ ഒരു പാട്ടില്ലാതെ എന്ത് പരിപാടി? പിന്നെ പറയാൻ പോ, ശബ്ദമില്ല. ഒത്തിരി പരിപാടിയുണ്ടോ? എന്റെ സ്വന്തം ഡാൻസിന് ഞാൻ അടിപൊളി തകർപ്പെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു? താങ്ക് യു ഗൈസ്. സോ അടുത്ത അടിപൊളി ഡാൻസുമായി ഇതാ നമ്മുടെ മുന്നിൽ വരുന്നു ടീം പടയപ്പ. അതന്നെ. But it's not immediately, right? Towards the end, I think. You.
എന്താ ഡാൻസ് ആയിരുന്നത്. ഓ, സ്റ്റേജിന്റെ കോലം കണ്ടോ പിള്ളേരെ കാണിച്ചു വെച്ചേക്കണം. അടിപൊളി. Once again, good job guys. Okay, up next we have a speech from Jobin. He's one of the best friends with Samu and he's also one of my best friends. So let's give it up to Jobin. ഞാൻ തളർന്നിരിക്കുക. എൻ്റെ പേര് ജോബിൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു സ്പീച്ച് പറയാനോ ഞാൻ സ്പീച്ച് അങ്ങനെ പറയാത്ത ഒരാളാണ്. എനിക്കൊന്നും അറിയത്തില്ല എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന്. പക്ഷെ സാമുവിനെ കുറിച്ച്, സാമുവിന്റെ കല്യാണത്തിന് ഞാനൊരു സ്പീച്ച് പറഞ്ഞില്ല. അതെനിക്ക് തന്നെ ഒരു തെറ്റാണ്. കാരണം സാമു ആയിരുന്നു ഒരു ദിവസം ഞാൻ അമേരിക്ക വന്ന ദിവസം തൊട്ട് ഇന്ന് വരെ സാമു ആയിരുന്നു എൻ്റെ കൂടെ എപ്പോഴും എല്ലാത്തിനും ഉണ്ടായിരുന്നത്. ഞാൻ തുടങ്ങുവാണെങ്കിൽ ഞാൻ അമേരിക്ക വന്നത് 2016 ഞാനൊരു ദിവസം നന്ദിയുണ്ട്. ഞാൻ 2016 വന്നപ്പം ചുമ്മാ എനിക്ക് എൻ്റെ അങ്കിളിൻ്റെ അവിടെയാണ് ഞാൻ താമസിച്ചത്. അപ്പം ചുമ്മാ ഞാൻ അടുത്തൊരു പാർക്കിൽ ഇങ്ങനെ പോയി ചുമ്മാ പന്ത് തട്ടാൻ വേണ്ടി ഞാനും എൻ്റെ കസിനുമായിട്ടൊന്ന് ചുമ്മാ പാർക്കിൽ പോയതാ. അപ്പൊ കുറെ മലയാളികൾ ഇങ്ങനെ സോക്കർ കളിക്കുന്നു. അപ്പൊ ഇത് എന്റെ ഫേവറേറ്റ് സ്പോർട്ടും കൂടെയാണ് സോക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനെന്നാ 2 മലയാളികളുടെ അടുത്ത് പോയിട്ട് ചേട്ടന്മാരെ ഞാനും കൂടെ കളിച്ചോട്ടെ എന്ന് പോയി ചോദിച്ചതാ. അന്ന് ഞങ്ങൾ ഒരു കെട്ടായി സോക്കർ കളിക്കാൻ തുടങ്ങി. ഇന്നും ആ കെട്ടിന് സ്ട്രോങ്ങർ കൂടിയതല്ലാതെ അതിനകത്ത് ഒരു പോയിന്റ് പോലും കുറയാതെയാണ് ഞങ്ങളുടെ കൂടെ. ഏത് സമയത്ത് എന്ത് രാത്രി 12 മണിക്കോ 2 മണിക്കോ ഞാൻ സാമുവിനെ വിളിച്ചാൽ സാമു ചിലപ്പോ ഒരു വട്ടം ഫോൺ എടുത്തില്ലെങ്കിലും അപ്പം തന്നെ സാമു തിരിച്ചു വിളിക്കും. സാമു മടി കാണിക്കത്തില്ല. ഞാനിപ്പോ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ സാമു എവിടെയാണേലും അവിടെ ഓടിയെത്തും. ഇന്നാള് എന്റെ വണ്ടിക്ക് ഒരു പണി വന്നു. ഞാൻ ഇച്ചിരി ദൂരെയായിരുന്നു. ഞാൻ സാമുവിനെ വിളിച്ചു. സാമു ഇച്ചിരി അകലെയായിരുന്നു. സാമുവിനെ വിളിച്ച് ഞാൻ സാമുവിനോട് അപ്പം പറഞ്ഞു, സാമു എടാ നീ പേടിക്കണ്ട, ഞാൻ ഇപ്പം വരുമെന്ന് പറഞ്ഞ സാമു ഒരു നോ പോലും എന്നോട് പറഞ്ഞില്ല ആ ദിവസം. അങ്ങനത്തെ ഒരു സ്വന്തം ഒരു കൂട്ടുകാരനല്ല സാമു, എൻ്റെ ഒരു സ്വന്തം ബ്രദറാണ്, ഒരു സഹോദരനായിരുന്നു. അതുപോലെയാണ് എനിക്ക് സാമുവിന്റെ ഫാമിലിയും. അതായത് ഞാൻ അമേരിക്ക വന്നപ്പോൾ തൊട്ട് എന്റെ നാട്ടിലെ കൂട്ടുകാരെന്നെ എല്ലാവരും ജോപ്പാന്നാ വിളിച്ചോണ്ടിരുന്നത്. അപ്പോഴത്തേക്കും എന്റെ പപ്പയുടെ പേര് ജോസഫ് എന്നാ. അപ്പം എന്റെ പപ്പ അറിയപ്പെടുന്ന ജോപ്പ് എന്നാ. അപ്പോഴത്തേക്കും എല്ലാരും നാട്ടിലെ കൂട്ടുകാർ മാത്രമേ എന്നെ ജോപ്പാന്ന് വിളിച്ചിട്ടുള്ളൂ. പക്ഷെ അത് അത്രയും ക്ലോസ് ആയിട്ട് ഉണ്ടായിരുന്നവർ മാത്രമാണ്. പക്ഷെ ഞാൻ അമേരിക്ക വന്നപ്പോ എന്നെ വേറെ ആരും ജോപ്പാന്ന് വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെ സാമു ആ ജോപ്പാന്നുള്ള പേര് എന്നെ വിളിക്കണം എന്ന് അറിയുകയും സാമുവിന്റെ വീട്ടുകാരെന്നെ എല്ലാരും ജോപ്പാന്ന് വിളിക്കുമ്പോൾ അതെന്റെ എന്റെ ഹൃദയത്തിൽ തൊടുവായിരുന്നു. അപ്പൊ അത്രയും ക്ലോസ് ആയിരുന്നു സാമുവിന്റെ ഫാമിലി എനിക്ക്. എപ്പം പോയാലും മോനെ നിനക്ക് എന്നാ വേണ്ടേ, നീ എന്തേലും കഴിച്ചോ, നിനക്ക് എന്നാ വേണ്ടേ, നിനക്ക് നാളെ വീട്ടിലിരുന്നോ, ഒരു മടിയും കാണിക്കാതെ എന്നെ ഒന്നിച്ച് കൂടെ നിർത്തിയ ഒരു ഫാമിലി ആയിരുന്നു സാമുവിന്റെ ഫാമിലി. പിന്നെ വീട്ടിൽ ഇപ്പം വെളിയിലൊക്കെ ഇറങ്ങണമെങ്കിൽ രാത്രിയായ ആ സമയത്ത് 2017-2016 കാലഘട്ടത്തിലും ഇപ്പോഴും ആരുടെ കൂടെയാ പോകുന്നതെന്ന് ചോദിച്ചാൽ സാമുചേട്ടനോ അല്ലെ പള്ളിച്ചേട്ടനാണ്. അതെപ്പോഴും നമുക്ക് സാമുചേട്ടനും പള്ളിച്ചേട്ടനുമാണ്. അതായത് പള്ളിച്ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു, സാമുചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഇനി ആരുടെ പേര് പറയുമെന്ന് ഞങ്ങൾ നോക്കി നടക്കുന്നത്. പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയാം 2016 തൊട്ട് എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കും സാമുചേട്ടനും പള്ളിച്ചേട്ടനും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പോകുന്നത്. ഡെസ്പറേറ്റ് ബോയ്സ് എന്നും അവർക്ക് ചുണക്കുട്ടികളാണ്, അവർക്ക് സ്ട്രോങ്ങർ ആണ്, അവർക്ക് ട്രിപ്പിൾ സ്ട്രോങ്ങർ ആണ്. പിന്നെ സാമുചേട്ടാ, ബൈബിളിലൊക്കെ പറയുന്ന പോലെ, അച്ഛന്റെ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ, ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അതായത് നിങ്ങളുടെ കുടുംബജീവിതം ഇന്ന് തുടരുകയാണ്, അതിനൊരു എൻഡിങ് ഇല്ല, അത് എന്നും തുടങ്ങുവാണ്. ഒരാൾ ചിരിച്ചാലും ഒരാൾ കരഞ്ഞാലും ആ കരയുന്ന ആളെ സന്തോഷിപ്പിക്കുകയായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതം. പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും നിങ്ങളുടെ കുടുംബജീവിതം നന്നായിട്ട് മംഗളകരമായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വോയിസ് വഴി കൺഗ്രാറ്റുലേഷൻ സാമു ആൻഡ് സിൽവി. ആരും പഠിച്ചല്ല, ഞാൻ ഒന്നും തീരുമാനിച്ചില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ മൊത്തം പറഞ്ഞത്.
Thank you so much, everyone, for gracing this occasion. God's blessings and your prayers and presence has made their day a blissful one. We wish all the very best to our newly wedded couple. This is Divya and Danya signing off. We will now hand over the mics to the couple, our dearest Samu and Silvi, to deliver the vote of thanks. It's on. Hello. Hi. Yeah. ഇവിടുന്ന് തുടങ്ങുന്നത് അറിയത്തില്ല. I don't really know where to start. But I'll give it a shot because we've been waiting for this moment for so long, for this day for so long. And let me just start out by saying we are more than honored. We are so much loved that we have really no words to thank each one of you here, and even the ones who couldn't make it here, those watching the live stream. I'm going to go over all this, but I just want to say first off, thank you, a big thank you from me and Silvi, from the bottom of our hearts, for everything that you guys have done, and most importantly, for being here with us. So I want to start out by giving a round of applause for all of you guys. So, to go over my speech, it's automatically in my head, but I don't know how much I can bring it out, but let's see. Adimai, Kalyana and Arvicha, I want to thank Reverend Sumit Matthew Achin, Shivi Achin, Vinu Achin, the STMGC committee, Reggie Uncle, Chichi Uncle, Shaji Uncle, Sachi Uncle, Renji Uncle, all of these people from the church alone itself. You guys have no idea, from the start, they've been, even before the COVID day and since now, they've been on top of everything to help us and make sure that this event turns out really, really memorable and in more than anything in God's own plan. So really thankful to them for opening the church and handling everything within the church and the facilities to make my and Silvi's wedding happen. Especially Shaji and Sachingal, and also joining with them the groomsmen and bridesmaids whom I'm going to mention, but also Joe and Chacha who was with them to sing. So I want to thank the church alone over there for all their hard work that helped to make this event successful. Moving down the line, of course, for first and foremost, we want to thank our parents. It's there in the back of the book also, within the order of worship book that we made for the church. The first sentence that we said is we want to thank God, and after God it is first and foremost our parents who raised us. The hardships that they went through, the struggles that they went to raise us, and yet after all, everything happens in God's plan and timing. That is something she and I believe strongly, and we're so happy for our wonderful parents. We are more than privileged to have them in our lives. With that, I want to mention how blessed and lucky we are to have our extended families here. After our immediate families, our extended families, all the cousins present here. I'm not going to go through all the names now because my dad did that. And so just to thank you all just to be here. And it goes without saying, most of you guys know it also, this is not it. Our family is way bigger. And so to all of them watching right now on our live stream, and everybody watching this later, we want to give a hearty thanks from the bottom of our hearts to everybody, all our families, extended families, and I want to also include my friends, my childhood friends, people I know who even told me that they would
tried their best to make it here pre-COVID, and I knew they were almost going to come here. And these are people from UK, these are people from India, Australia. I want to just thank everybody from my end and also Silvi's end, all her childhood friends. As you all know, we came here greeting, and all our childhood and past friends. I want to just give her big thanks, along with our extended families, grandparents, relatives all around the world, not to mention also over here in different parts of this country itself, in different states. We want to thank you all watching here for continuously praying, not just for today, for throughout our course of our planning through the weddings, and just being there, calling all the messages, all the checklist things, just asking how we're doing, be it individually and also as a group. So I want to give a big thanks to you all, you guys, our family and friends. That's why we are who we are today, and I believe that strongly. Everything happens in life for a reason. We are here because of somewhere down the line we have met you all, and you have crossed our paths where we learned, and that's how we are here. So thank you for that. I want to next go to everybody behind this show, today's show. I want to say from the start, I cannot thank enough Molish. Having met, there's a different story if I have to talk about Molish and how me and Silvi met. It would be funny, we met right here over here in the expo, and I saw another friend of mine's photo. And I asked, oh, so you're the photographer. And there we start our journey with everything that he's been helping, from just the photo, video, decor, everything that has been planned in the church, everything that you guys saw today is a hard work of their decor and photo, video. So let's give a round of applause while they're here. Just give a round of applause to Molish, Divya, Aksher, and the whole United Decors and Pixel Engine team. With that mentioned, of course, as you all have seen, this elegant hall that we met Molish in. It's provided by Pearl Banquets. So I want to give a huge thanks to Gulia, John, and the owners, Jagmohan Singh, and everybody involved through the countless emails and back and forth that helped us get this platform, get all this set up straight. And as you all know, it was not easy when the whole transition happened from pre-COVID to right now. So even then, for them to cooperate with us and just completely understanding us and making sure that the event was successful. So big round of applause to the owners who gave us this facility and everyone who helped here. Last but not the least, no, there's still more, so let's go on. I want to thank Banya, Divya. What a wonderful job they've given. Give a round of applause to one for their MC work, for their narration, for just making sure that everything is coordinated in that way. I just couldn't be like, wow. We were, in fact, really looking for MCs at one point. I remember asking her also, how are we going to fill that void? And God just provides people right at the right time. So thank you, Danya. Thank you, Divya. With that mentioned also, my buddy, one of my best friends boys, Nirmal, for helping with the DJ and sound, who right away, not just this, he was part of the whole team. I know he was there from the start with me and Silvi for various occasions to just help us and make this day wonderful. And of course for today, for being there, for providing the sound and audio, for everybody here to have a wonderful time doing their dances and speeches and everything. And for, of course, helping him out with the audio equipment. I want to thank Sid, who was also referred by Molish. So thank you, Sid, if you're watching and listening. I want to go out then to, of course, the boys itself. I know many are part of the bridal team, but I want to make sure that Martin, Edwin, Joseph, Stephen's brother, and these guys, along with Nirmal, they've been also a big part of the journey, just helping us with everything within. When we were all at the wedding, they were making sure things like food getting delivered and all that stuff on parallel. So I want to give a huge thanks to them also. So thank you guys for being part of my journey here, part of this day actually. Last but not the least, I think you guys know where this is going. Silvi and I, when they told the 50-person wedding and it should be COVID and everything, you guys will hate us for 2 seconds, and we said we don't want a bridal team. Because we said we never expected this less, and we were really low, feeling very sad. She was more sad than me. But then I remember we then thought about it, we prayed about it, like, wait, we need to find a way. I know this can still happen. And we were wondering, with all our family members balancing out, we still had an even number that we planned even before the COVID to fill the gap. And I said, how about our 9 guys and 9 girls who were throughout my journey and your journey, not just these 2 years, but even more than that before we met. And then we thought about it, and we were like,
this is it. This was meant to be a beautiful, intimate wedding just to have here, but of course, to still not, remove the element of having a bridal team, bridal shower, bachelor party, everything that they've been doing. I have no words to start out, but you know the names of all these people sitting to the right side of us. All of them mean a lot to me, and it's an honor for you all to be here for us. It's an honor for us for you all to be here and to celebrate with us. Not just today. I know this goes. You guys talk about all the countless voice messages, but you have no idea. Every time I send that and I get a response or something, I know you heard me and I know you're there for me. And so from our bottom of our hearts, from the years to come, just remember, we will always remember and be grateful for this. So thank you so much, guys. Thank you, and especially to Jordan, of course, for the wonderful speech. I have no words. If I could talk about him, it'll go way beyond. Maybe someday at your wedding, if I'm alive and breathing, and I will make sure I repay that speech back. But life is a cycle, and of course, goes without saying, my best friend, my best man, Stephen, and of course, GHG, Silvi's maid of honor, for your wonderful speeches also. That stands out, and it just blesses our hearts, and we are so honored and so blessed to have you all here. So once again, I'm just looking around. I know this was supposed to be a planned speech, but I told Samu, maybe not. I think I know exactly ones who are with us, and I know exactly how they've been helping us. So once again, if I've forgotten anybody, I want to thank Silvi's cousins also over here. And once again, thank you guys for all being here. Everybody watching live also, since this is the last segment of the day. I want to thank you all for just watching this, and also the church segment where it was also helped by STMPC Church for the live streaming. So thank you guys for watching. Thank you also for participating with us in this holy matrimony and this celebration here in the most safest way we can. So thank you guys from the bottom of our hearts. Hope you all remember us in your prayers also, and likewise we will do the same. Thank you.